നമ്മുടെ തൊട്ടടുത്തുള്ള കൃഷ്ണമേനോൻ വിമൻസ് കോളേജ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു അധിക ബാച്ച് ഈ കാലയളവിൽ കൊണ്ടുവരാൻ ഈ 10 വർഷം കൊണ്ട് പിണറായി വിജയന്റെ ഗവൺമെന്റിന് കഴിഞ്ഞില്ല. ഇപ്പോൾ ഇതാ ജൂൺ മാസം സ്കൂൾ തുറക്കാൻ പോവുകയാണ്. SSLC പരീക്ഷയും +2 പരീക്ഷയും കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഉന്നത നിലവാരത്തിൽ വിജയം നേടിയ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സീറ്റില്ല. കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ അടക്കമുള്ള വിദ്യാലയങ്ങളിൽ +2വിനോ ഡിഗ്രിക്കോ ഒരു അധിക ബാച്ച് പോലും അനുവദിക്കാൻ ഈ ഗവൺമെന്റിന് കഴിയുന്നില്ല. പറയുന്നത് എന്താ? അധിക ബാച്ച് അനുവദിക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ കേരളത്തിന്റെ ഖജനാവിൽ പണമില്ല. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ആർഭാടനിബിഡമായ ജീവിതം നയിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ കേരളത്തിന്റെ ഖജനാവ് കൊള്ളയടിച്ച് മുഖ്യമന്ത്രിയുടെ കട്ടൗട്ടറുകൾ വെക്കാൻ, മുഖ്യമന്ത്രിയുടെ PR വർക്കുകൾ നടക്കാൻ, സർക്കാരിന്റെ PR വർക്കുകൾ നടക്കാൻ കോടിക്കണക്കിന് രൂപ കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് ഉപയോഗിക്കുമ്പോ സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങളിൽ പുതിയ ബാച്ചുകൾ ഉണ്ടാക്കാൻ, ഫർണിച്ചറുകൾ ഉണ്ടാക്കാൻ, IT ലാബുകൾ ഉണ്ടാക്കാൻ, സയൻസ് ലാബുകൾ ഉണ്ടാക്കാൻ സർക്കാരിന് പണമില്ല, സൗകര്യവുമില്ല. നമ്മൾ മനസ്സിലാക്കണം, ഒരു സർവകലാശാല പോലും ഈ കാലയളവിൽ കേരളത്തിന്റെ മണ്ണിൽ കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല 10 വർഷം കൊണ്ട് ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ